തിരുവനന്തപുരം പള്ളിച്ചൽ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകന്റെ വലിയ പ്രതിഷേധം ഇന്ന് വൈകുന്നേരം നമ്മൾ കണ്ടു. നിക്ഷേപ തുക തിരികെ നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകാത്ത നിക്ഷേപകനും കുടുംബവും സമരമിരിക്കുകയായിരുന്നു. സ്ഥിരം നിക്ഷേപമായി ബാങ്കിലിട്ട 1.5 ലക്ഷം രൂപ പല അവധി കഴിഞ്ഞിട്ടും തിരിച്ചു നൽകുന്നില്ല എന്ന പരാതിയാണ് ഉന്നയിച്ച് രാത്രി വൈകിയും സമരം തുടരുന്നത്. പല ആവർത്തികളിലും ഞാൻ പ്രസിഡന്റിൻ്റെയും എം ഡിയുടെയും ഇവിടുത്തെ മാനേജറുടെയും വന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പൈസ തരാമെന്ന് പറയുന്നതല്ലാതെ തരുന്നില്ല. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോഴും തുടരുകയാണോ സമരം? സമരം അവസാനിച്ചു. നമ്മുടെ വാർത്ത നമ്മളിത് പുറത്തേക്ക് വിട്ടു. അപ്പോൾ പ്രസിഡന്റ് ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് വന്നു. നാളെ തന്നെ പൈസ കൊടുക്കാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പൈസ കൊടുക്കാൻ വൈകിയത്? പൈസ നമുക്ക് കോവിഡിൻ്റെ ഒരു ലോക്ക്ഡൗണിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകരെല്ലാവരും ഒന്നിച്ച് പൈസയ്ക്ക് ആവശ്യപ്പെടുകയും ഞങ്ങൾ മറ്റ് ആളുകളിൽ കൊടുത്തിരിക്കുന്ന കാശ് സമയത്ത് പിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കോവിഡിന് മുമ്പ് തന്നെ 2018-ലെയും 2019-ൻ്റെയും പ്രളയകാലത്ത് ഒരു മൊറട്ടോറിയം ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് കാലത്ത് ഏകദേശം 2 വർഷത്തോളം വളരെ നിശ്ചലമായ ഒരവസ്ഥയായിരുന്നു. കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ കാശിന് വേണ്ടി മുഴുവൻ ആളുകളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ ഇതേപോലെ ആളുകൾ വരുമ്പോൾ നമുക്ക് എന്ത് ബദൽ മാർഗ്ഗമുള്ളവർക്ക് പണം നൽകാൻ? ഞങ്ങൾക്ക് കാശ് പിരിച്ചെടുക്കാനുണ്ട്. ഞങ്ങൾ മിസ്അപ്രോപ്രിയേഷൻ ഒന്നും നടത്തിയിട്ടില്ല, വേറെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. കാശ് മുഴുവൻ ചിട്ടിയായും ലോണായും പുറത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കാശ് പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും. ഗവൺമെൻറ്റിൻ്റെ മൊറട്ടോറിയം, മറ്റ് ഇടപെടലുകൾ, മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ജപ്തി നിയമം പോലും സഹകരണ സംഘങ്ങളിൽ നിന്ന് കാശെടുത്താൽ ഇനി അങ്ങനെ ഒരു വലിയ വൈതരണിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകും, ജപ്തിയോ ഒന്നും ഉണ്ടാകും. ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അനുഭവപൂർണ്ണമായി സാങ്കേതിക കാരണങ്ങൾ പറയാൻ കഴിഞ്ഞില്ല. എന്താണ് നമുക്ക് ഈ മുഴുവൻ ആളുകൾക്കും അവരാവശ്യപ്പെടുന്ന സമയത്ത് കാശ് കൊടുക്കാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ കാശ് കൊടുക്കേണ്ടതാണ്, അതിന് കഴിയുന്നില്ല. പൈസ പിരിഞ്ഞ് വരുന്നതിനനുസരിച്ച് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റുണ്ട്, അത് പരിശോധിക്കാം. നമുക്ക് കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ കാശ് പിരിഞ്ഞ് കിട്ടാനുണ്ട്. അത് പിരിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സാഹചര്യം രൂപപ്പെട്ട് വരുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും. പിന്നെ പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട്. പരിശ്രമം നടത്താതെ ഞങ്ങൾ ഒളിച്ചോടുകയല്ല, ഞങ്ങൾ നേരിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏകദേശം അത് തന്നെയാണ് ഇപ്പോൾ നിലവിലെ കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധിയുടെ കാര്യമാണ് പറയുന്നത്. ഇവരെന്നെ സമ്മതിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാണ് പൈസ നൽകാൻ. എങ്കിലും ഇത്തരം പ്രതിഷേധങ്ങൾ അത് നീതികരമല്ല, നീതികേടാണ്. ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. സ്വാഭാവികമായും അത് ശ്രദ്ധിക്കപ്പെടും, അത് കൂടുതൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ചില സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ നടത്തിപ്പിനൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഈ പുറത്തോട്ട് രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.